വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കരാർ കമ്പനിയെ പഴിചാരി സർക്കാർ റിപ്പോർട്ട്. ഖനനം ചെയ്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് കമ്പനിയോട് നിർദ്ദേശിച്ചിരുന്നുവെന്നും ഇത് ജനങ്ങൾക്ക് ഭീഷണിയാകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും സർക്കാർ ആവർത്തിച്ചു. എന്നാൽ അതിതീവ്ര മഴയാണ് അപകട കാരണമെന്നും മണ്ണിടിച്ചിലിന്റെ പ്രഭവ കേന്ദ്രം തുരങ്ക നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ റെയിൽവേ വിശദീകരിച്ചു. കള്ളാടിയിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. വയനാടിനെ നടുക്കിയ കള്ളാടി മണ്ണിടിച്ചിലിൽ കരാർ കമ്പനിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുരങ്കപാത നിർമ്മാണത്തിനായി ഖനനം ചെയ്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് മെയ് 26-നും ജൂൺ 4-നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. ഇവ ജനങ്ങൾക്ക് ഭീഷണിയാകരുതെന്നും കമ്പനിയോട് ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഒഴിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. അപകടത്തിന് തലേദിവസവും സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പാരിസ്ഥിതികാനുമതിക്കുള്ള വ്യവസ്ഥ കമ്പനി പാലിച്ചുവെന്ന് പരിശോധിക്കുകയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ അതിതീവ്ര മഴയാണ് അപകട കാരണമെന്നാണ് കൊങ്കൺ റെയിൽവേയുടെ വിശദീകരണം. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് പെയ്തത്. നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണ് മണ്ണിടിച്ചിലിന്റെ പ്രഭവ കേന്ദ്രം. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും 240 മീറ്റർ മാറിയാണ് മണ്ണിടിച്ചിലുണ്ടായത്. കാലവർഷം ആരംഭിച്ചതിനാൽ ജൂൺ പകുതി മുതൽ തുരങ്ക നിർമ്മാണവും ഖനനവും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച സുരക്ഷാ ഭിത്തികൾക്കും ചരിവുകൾക്കും നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരുന്നില്ലെന്നും മണ്ണ് നിക്ഷേപിച്ചിരുന്ന പ്രദേശം ഇപ്പോഴും സുരക്ഷിതമെന്നും കൊങ്കൺ റെയിൽവേ അറിയിച്ചു. അതിനിടെ കള്ളാടിയിലെ തെരച്ചിലിൽ ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. അപകടം നടന്ന മീനാക്ഷി പാലത്തിൽ നിന്നും 1 കിലോമീറ്ററോളം താഴെ നിന്നാണ് സർവേയറായിരുന്ന ബംഗാൾ സ്വദേശി രാകേഷ് കുച്ചൈദിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. കൺസ്ട്രക്ഷൻ മാനേജറായിരുന്ന ഹിമാചൽ സ്വദേശി വിക്രം റാണയാണ് ഇനി കണ്ടെത്താനുള്ളത്. 30 അംഗ NDRF സംഘം പുഴയിൽ പരിശോധന തുടരുകയാണ്. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തുർക്കി ജീവൻ രക്ഷാസമിതി കൂടി സ്ഥലത്തെത്തും. റോഡിന് ഇരുവശവും കൂടിക്കിടക്കുന്ന മണ്ണ് ചൂരൽമലയിലേക്ക് കൊണ്ടുപോകും. മണ്ണ് മാറ്റാനാകില്ലെന്ന കൊങ്കൺ റെയിൽവേയുടെ നിലപാടിൽ വിദഗ്ധ അഭിപ്രായം തേടാനാണ് സർക്കാർ തീരുമാനം. അതിനിടെ ദുരന്തത്തിൽ മന്ത്രിമാർ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം തള്ളി റവന്യൂ മന്ത്രി AP അനിൽകുമാർ രംഗത്തെത്തി. മന്ത്രിമാരെല്ലാം ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്നും ആരെയും പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടില്ലെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. ഗവൺമെന്റിന് ഒരേ സ്വരം ഉള്ളതിനകത്ത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരേ ശബ്ദമാണ്. അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. ആരാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വയനാട്ടിൽ നടത്തുന്ന പദ്ധതികൾക്ക് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ടെന്നും നിലവിൽ ഒരു പദ്ധതിയിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ദുരന്ത സ്ഥലം സന്ദർശിച്ച മന്ത്രി KM ഷാജി പറഞ്ഞു. പൊതുവിൽ വയനാട്ടിൽ ഉണ്ടാകാവുന്ന എല്ലാ വർക്കുകളും വയനാടിനെ പ്രത്യേകമായി എടുത്തിട്ട് തന്നെ പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നുള്ള ഒരു നിരീക്ഷണമാണ് ക്യാബിനറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പഠനവും അത്തരത്തിലുള്ള ഇനി ഒരു തുടർ രീതികളുമായിരിക്കും ഗവൺമെന്റ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ദുരന്ത സ്ഥലം സന്ദർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.